ഒരിടത്തൊരിടത്ത് കുഴിമടിച്ചിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ഇവളുടെ മൂക്കിന്മേൽ ഒരു ഈച്ച വന്നിരുന്നാൽ പോലും അവളതിനെ ഓടിക്കില്ല. ആരെവിടെ എന്ന് വിളിക്കും. ആരെങ്കിലും ഓടി വരും. അപ്പോൾ പറയും, ദാ എൻ്റെ മൂക്കിലൊരു ഈച്ച വന്നിരിക്കുന്നു, അതിനൊന്ന് ആട്ടി ഓടിച്ചെന്ന്. അത്രയ്ക്ക് മടിച്ച്. രാവിലെ എഴുന്നേറ്റാൽ പാദരക്ഷകൾ ആരെങ്കിലും കട്ടിലിനടുത്ത് കൊണ്ടുവച്ചാലേ കാല് താഴേക്ക് വെക്കും. കുളിക്കാൻ പോയാൽ ആരെങ്കിലും കുളിപ്പിച്ചു കൊടുക്കണം, തല തുവർത്തി കൊടുക്കണം, ഉടുപ്പിടിയിച്ചു കൊടുക്കണം, ഭക്ഷണം വാരി വായിൽ വെച്ചു കൊടുക്കണം, കൈ കഴിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ എന്ത് ചെയ്യാനും ആരെങ്കിലുമൊക്കെ ചുറ്റും വേണം, അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. രാജകുമാരിയുടെ സ്വഭാവം രാജാവിനെ രാജ്ഞിയെ വളരെയധികം വിഷമിപ്പിച്ചു. എത്ര പറഞ്ഞിട്ടും മകൾ മാറുന്നില്ല. മടിയോട് മടി. ആണും പെണ്ണുമായിട്ട് ഒരേ ഒരു മകളേ ഉള്ളൂ. ഇവളിങ്ങനെ പോയാൽ എന്ത് ചെയ്യും എന്നായി രാജാവിൻ്റെ ചിന്ത. രാജാവ് ഇക്കാര്യം മന്ത്രിയോടൊക്കെ ചോദിച്ചു. അപ്പം മന്ത്രി പറഞ്ഞു, രാജകുമാരി വളർന്നു വരികയാണ്. വിവാഹപ്രായം എത്തുമ്പോൾ ഇവളെ ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കണമല്ലോ. ഇത്ര മടിച്ചിയായ ഒരാളെ എങ്ങനെ വിവാഹം കഴിപ്പിക്കും? നാട്ടിലെങ്ങും രാജകുമാരിയുടെ മടിയെപ്പറ്റി വലിയ പേരാണ്, എല്ലാവർക്കും അറിയാം. അയൽ രാജ്യങ്ങളിലും ഇക്കാര്യമൊക്കെ അറിഞ്ഞു കാണും. ആരും ഇങ്ങനൊരു രാജകുമാരിയെ വിവാഹം കഴിക്കാൻ വരില്ല. ഇത് കേട്ടപ്പോൾ രാജാവിന് വലിയ വിഷമമായി. അപ്പം മന്ത്രി പറഞ്ഞു, നമുക്ക് കുറേ പാട്ടുകാരെ വരുത്തിയിട്ട് രാജകുമാരിയെപ്പറ്റി കുറേ നല്ല പാട്ടുകൾ ഉണ്ടാക്കിപ്പിച്ച് നാട്ടിലെങ്ങും പാടിപ്പിക്കാം. ഇത് കേട്ട് രാജകുമാരിയെ പറ്റിയുള്ള മടിയുടെ കഥകളൊക്കെ ആൾക്കാർ മറന്നിട്ട് ഇവിടെ മിടുക്കിയാണ്, സുന്ദരിയാണ്, അവൾക്ക് മടിയൊന്നുമില്ല എന്ന് വിശ്വസിച്ചോളും. അങ്ങനെ രാജാവ് കുറേ ഗായകരെ വരുത്തി, കുറേ കവികളെ കൊണ്ട് രാജകുമാരിയെപ്പറ്റി, രാജകുമാരിയുടെ ഗുണഗണങ്ങളെപ്പറ്റി കുറേ പാട്ടുകളൊക്കെ ഉണ്ടാക്കിച്ച് നാട്ടിലൊക്കെ പാടി നടക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ പാട്ടുകാർ ഈ നാട്ടിലും അയൽ നാട്ടിലുമൊക്കെ നടന്ന് രാജകുമാരിയെ പറ്റിയുള്ള പാട്ടുകളൊക്കെ പാടി. അങ്ങനെ ആൾക്കാരൊക്കെ രാജകുമാരി വളരെ മിടുക്കിയാണെന്നൊക്കെ വിശ്വസിച്ച് തുടങ്ങി. അങ്ങനെ രാജകുമാരിയുടെ വിവാഹപ്രായമെത്തി. ഒരുപാട് ആൾക്കാർ രാജകുമാരി വിവാഹം കഴിക്കാൻ വന്നു. പക്ഷേ ഒറ്റ നോട്ടത്തിലേ ഇവളൊരു മടിച്ചിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആരെങ്കിലും വന്നാൽ അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യാനുള്ള മര്യാദ പോലും അവൾക്കില്ല. അവൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എഴുന്നേൽക്കുകയോ ഒന്ന് അഭിവാദ്യം ചെയ്യുകയോ ഒന്നുമില്ല. കുറച്ചു നേരം അവളോടൊന്ന് സംസാരിച്ചാൽ അവളുടെ മടിയുടെ പൂർണ്ണ രൂപം ആർക്കും പിടികിട്ടും. അങ്ങനെ ആദ്യമൊക്കെ വന്നവർ പിന്നീട് വരാതായി. അവർ പറഞ്ഞ് നാട് മുഴുവൻ വീണ്ടും വാർത്ത പരന്നു, രാജകുമാരി ഒട്ടും മാറിയിട്ടില്ല, അവൾ ഇപ്പോഴും പഴയതുപോലെ മടിച്ച് തന്നെയാണ്. രാജാവ് ആകെ വിഷമിച്ചു. വീണ്ടും മന്ത്രിയുടെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങുന്നേ, ഈ വാർത്ത ഇങ്ങനെ പരന്നത് കാരണം ഇനി യാതൊരു രക്ഷയുമില്ല. നമുക്ക് രാജകുമാരിയെ കഠിനാധ്വാനിയായ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്. സാധാരണ ഉണങ്ങിയ വിറകിനടുത്ത് നനഞ്ഞ വിറക് കിടന്നാൽ ആ നനഞ്ഞ വിറക് കൂടി ചൂട് പിടിച്ച് കത്തും എന്ന് കേട്ടിട്ടില്ലേ? ചിലപ്പോൾ രാജകുമാരിയുടെ മടി അങ്ങ് മാറിയാലോ. അങ്ങനെ കഠിനാധ്വാനിയായ ഒരാളെ അന്വേഷിച്ച് നടപ്പായി. പക്ഷേ കഠിനാധ്വാനികൾക്ക് ആർക്കും മടിച്ചിയായ ഭാര്യ വേണ്ട. അങ്ങനെ കുറേ ബുദ്ധിമുട്ടി. എന്നിട്ടും പ്രയോജനമൊന്നും ഇല്ലാതായി. അവസാനം രാജാവ് വീണ്ടും മന്ത്രിയോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? ആരും വരുന്നില്ലല്ലോ. അപ്പോൾ മന്ത്രി പറഞ്ഞു, നമുക്കിനി വലിയ കുടുംബങ്ങളിൽ നിന്നൊന്നും വിവാഹം നോക്കിയിട്ട് കാര്യമില്ല. നല്ലൊരു കൃഷിക്കാരനെ കണ്ടുപിടിക്കാം. കൃഷിക്കാരാവുമ്പം കഠിനാധ്വാനികളായിരിക്കും. അപ്പോൾ രാജാവിനാകെ വിഷമമായി. അയ്യോ, എൻ്റെ മകളെ ഒരു കൃഷിക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമല്ലോ. മന്ത്രി പറഞ്ഞു, അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നല്ല കൃഷിക്കാരൊക്കെ ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ കൃഷിക്കാരെ ക്ഷണിച്ചിട്ടും ആരും വന്നില്ല. അവസാനം അവരൊരു കാര്യം തീരുമാനിച്ചു. വലത്തോട്ട് നടക്കുക. വയലുകളും കുന്നുകളും കാടുകൾക്കും അപ്പുറം ആദ്യം കണ്ടുമുട്ടുന്ന ആളെ രാജകുമാരിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അപ്പോൾ രാജാവ് ചോദിച്ചു, ഈ വരുന്ന ആൾ, നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളെ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല എന്ന് പറഞ്ഞാലോ? അപ്പോൾ മന്ത്രി പറഞ്ഞു, നമുക്ക് അയാളെ ജയിലിലിടാം. അയാൾ സമ്മതിക്കുന്നത് വരെ നമുക്ക് അയാളെ ജയിലിലിടണം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. എങ്ങനെയെങ്കിലും കാര്യം നടത്തണമല്ലോ. അങ്ങനെ മന്ത്രി ഭടന്മാരോടൊപ്പം വലത്തോട്ട് യാത്ര തിരിച്ചു. കൊട്ടാരത്തിൽ നിന്നിറങ്ങി നേരെ വലത്തോട്ട് പോയി. അവിടുന്ന് കുറേ ദൂരം ചെന്നപ്പോൾ കുറേ വയലുകളും കുന്നുകളും കാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറത്ത് ചെന്നപ്പോൾ ഒരു യുവാവ് എതിരെ നടന്നു വരുന്നത് കണ്ടു. ഒരു കൃഷിക്കാരനായ യുവാവ്. അയാളൊരു സുന്ദരനായിരുന്നു, സുമുഖനായിരുന്നു, ആരോഗ്യവാനായിരുന്നു. അയാളെ കണ്ടപ്പോൾ മന്ത്രി കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ, എങ്ങോട്ട് പോവാ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു കൃഷിക്കാരനാണ്, ഞാൻ ചന്തയിലേക്ക് പോവുകയാണ്. അപ്പോൾ മന്ത്രി ചോദിച്ചു, വിൽക്കാനാണോ വാങ്ങാനാണോ പോകുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വിൽക്കാൻ പോവുകയല്ല, ഞാൻ വിതയ്ക്കാൻ കുറച്ച് ധാന്യം വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ മന്ത്രി ചോദിച്ചു, എന്താ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൂടെ കൊണ്ടുപോകാത്തത്? യുവാവ് പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. മന്ത്രി ചോദിച്ചു, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഏതെങ്കിലും വീട്ടിലിരുന്ന് അവളുടെ ജോലി ചെയ്യുമായിരിക്കും. അപ്പോൾ മന്ത്രി പറഞ്ഞു, അല്ലല്ല, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇപ്പോൾ ജോലി ചെയ്യുകയല്ല, അവൾ കൊട്ടാരത്തിൽ ഒരു ഊഞ്ഞാലിരുന്ന് ആടുകയായിരിക്കും ഇപ്പോൾ. യുവാവ് ചോദിച്ചാൽ, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരിക്കലും കൊട്ടാരത്തിലെ ഊഞ്ഞാലിരുന്ന് ആടുകയായിരിക്കില്ല. മന്ത്രി പറഞ്ഞു, അതെ, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ രാജ്യത്തെ രാജകുമാരിയാണ്.
അവളിപ്പോൾ കൊട്ടാരത്തിൽ ഒരു ആട്ടുകട്ടിലോ ഊഞ്ഞാലിലോ ഇരുന്ന് ആടുകാരിക്കും. യുവാവ് പറഞ്ഞു, എനിക്ക് ആ രാജകുമാരി വിവാഹം കഴിക്കണം, ഞാൻ അവളെപ്പറ്റി കേട്ടിട്ടുണ്ട്, അവൾ കുഴി മടിച്ചിയാണ്, എനിക്കൊരു മടിച്ചിയെ വേണ്ട. മന്ത്രി പറഞ്ഞു, അത് പറയാൻ പറ്റില്ല, നിങ്ങൾ ഈ രാജ്യത്തെ പ്രജയാണ്, രാജാവ് പറയുന്നത് കേട്ടേ പറ്റൂ. യുവാവ് പറഞ്ഞു, നിങ്ങൾ എന്ത് തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ ഭീഷണിപ്പെടുത്തിയാലും എനിക്ക് ആ മടിച്ചിയെ കല്യാണം കഴിക്കേണ്ട. ഉടനെ മന്ത്രി തൻ്റെ ഭടന്മാരോട് ഇയാളെ പിടിച്ച് കെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അയാളെ കയറുകൊണ്ട് പിടിച്ച് കെട്ടി. എന്നിട്ട് അയാളെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ജയിലിൽ അടച്ചു. ജയിലിൽ കിടന്നുകൊണ്ട് അയാൾ വിചാരിച്ചു, അപ്രതീക്ഷിതമായിട്ട് എന്തെല്ലാം ദൗർഭാഗ്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്, എന്ത് കഷ്ടമായിപ്പോയി എൻ്റെ കാര്യം. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. എല്ലാ ദിവസവും മന്ത്രി ജയിലിനകത്തെത്തും, യുവാവിനോട് ചോദിക്കും, രാജകുമാരിയെ വിവാഹം കഴിക്കാമോ? അവൻ പറയും പറ്റില്ല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. പുറത്ത് പോകാൻ യാതൊരു രക്ഷയും കാണുന്നില്ല. അവസാനം യുവാവ് പറഞ്ഞു, എനിക്ക് രാജകുമാരിയോടൊന്ന് സംസാരിക്കണം, ഞാൻ അവളെ ഒന്ന് കാണട്ടെ, അവളെ കാണാൻ കൊള്ളാവുന്നെങ്കിലും ഞാനൊന്ന് അറിയട്ടെ. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ കണ്ടാൽ വലിയ തരക്കേടൊന്നുമില്ല, പക്ഷേ വെറുതെ ഇരുന്നിരുന്ന് കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. അത് സാരമില്ല എന്ന് യുവാവ് വിചാരിച്ചു, വിവാഹം കഴിച്ച് കളയാം. എന്നാലും അയാൾക്ക് മടിയുണ്ടായിരുന്നു. വളരെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചൊക്കെയാണ് അയാളെ വിവാഹത്തിന് വേണ്ടി കൊണ്ടുപോയത്. വളരെ ആഘോഷമായിട്ട് രാജകുമാരിയും ഈ യുവാവും കൂടെയുള്ള വിവാഹം നടന്നു. വിവാഹം നടന്നു കഴിഞ്ഞപ്പോഴും ഭർത്താവിൻ്റെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ രാജകുമാരി പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങളൊരു രാജകുമാരിയല്ലേ വിവാഹം കഴിച്ചത്, നിങ്ങൾക്ക് കൊട്ടാരത്തിൽ ഇനി സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ യുവാവ് പറഞ്ഞു, അന്യൻ്റെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്നതിനേക്കാളും അവനോ എൻ്റെ വൈക്കോൽ മെത്തയിൽ കിടന്നുറങ്ങുന്നത് എനിക്കിഷ്ടം. ഞാൻ എന്തായാലും രാജകൊട്ടാരത്തിൽ നിൽക്കാൻ പോകുന്നില്ല, നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നേ പറ്റൂ. ഇത് രാജകുമാരിക്ക് ഇത്ര വിഷമം ഉണ്ടാക്കി. അപ്പോൾ യുവാവ് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കുകയാണ്, നിൻ്റെ ആട്ടുകട്ടിലും കൂടെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാം, ആട്ടുകട്ടിൽ കിടന്ന് നീ ഊഞ്ഞാലാടിക്കോ, ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേ പോയി താമസിക്കാൻ പോകുന്നുള്ളൂ. അങ്ങനെ രാജാവിനോടും രാജ്ഞിയോടും ഒക്കെ യാത്ര പറഞ്ഞ് ഒരു കുതിരവണ്ടിയിൽ കയറി ഇവർ കൃഷിക്കാരൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. പോകുന്നതിന് മുമ്പായിട്ട് രാജകുമാരി പറഞ്ഞു, എന്തായാലും എനിക്ക് എൻ്റെ ആട്ടുകട്ടിൽ വേണം, എനിക്ക് അതിൽ കിടന്ന് ആടിയാലേ ഉറക്കം വരൂ. അങ്ങനെ രാജാവ് ഈ ആട്ടുകട്ടിൽ അഴിച്ച് ഒരു രഥത്തിലാക്കി പിന്നാലെ കൊണ്ടുപോയി. അങ്ങനെ ഈ കൃഷിക്കാരനും ഭാര്യയും ആട്ടുകട്ടിലിനോടൊപ്പം അയാളുടെ വീട്ടിലെത്തി. ചെന്ന ഉടനെ ആട്ടുകട്ടിൽ കിടപ്പുമുറിയിൽ പിടിപ്പിച്ചു. രാജകുമാരി അതിലിരുന്ന് ആടാൻ തുടങ്ങി. യുവാവ് ഒന്നും പറഞ്ഞില്ല. അവൻ അടുക്കളയിൽ ചെന്ന് ഭക്ഷണം പാകം ചെയ്തു. രാജകുമാരിയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അവൾ വന്നു, രുചികരമായ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് ഒരു പാത്രം പോലും കഴുകി വെച്ചില്ല, പോയി ആട്ടുകട്ടിലിൽ കിടന്നാടി. കൃഷിക്കാരനായ യുവാവ് പാത്രങ്ങളെല്ലാം എടുത്തു വെച്ച് കഴുകി അടുക്കള വൃത്തിയാക്കി. യുവാവ് പറഞ്ഞു, നാളെ മുതൽ ഞാൻ കൃഷി ചെയ്യാൻ പോകും കേട്ടോ, നീ ഒറ്റയ്ക്കേ വീട്ടിൽ കാണുള്ളൂ, പേടിയൊന്നുമില്ലല്ലോ. രാജകുമാരി പറഞ്ഞു, എന്ത് പേടിക്കാനാ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിറ്റേന്നായി. കൃഷിക്കാരൻ രാവിലെ പണിക്ക് പോകാനിറങ്ങി. പോകുന്നതിന് മുമ്പ് അയാൾ പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഭക്ഷണം കഴിക്കാൻ രാജകുമാരിയെ വിളിച്ചു. അവൾ വന്നിരുന്ന് കഴിച്ചു. എഴുന്നേറ്റ് പോയി ആട്ടുകട്ടിലിരുന്ന് ആടാൻ തുടങ്ങി. അപ്പോൾ കൃഷിക്കാരൻ പാടത്തേക്ക് പോകാനിറങ്ങി. അയാൾ ഒരു ചാക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ആണിയിൽ തൂക്കിയിട്ടു, അടുക്കളയുടെ ഭിത്തിയിലെ ഒരു ആണിയിൽ. എന്നിട്ട് രാജകുമാരിയോട് പറഞ്ഞു, ഞാൻ പോയി, ഉച്ചയാകുമ്പോൾ എനിക്ക് വിശക്കും, പാടത്ത് പണി ചെയ്യുന്നതല്ലേ, നല്ല വിശപ്പായിരിക്കും, നീ എനിക്ക് കുറച്ച് ഭക്ഷണം കൊണ്ട് തരണം. ഭക്ഷണം എവിടെയാണെന്നല്ലേ നീ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഈ ചാക്ക് കണ്ടോ, ഈ ചാക്കിനോട് ചോദിച്ചാൽ മതി, ഉച്ചയാകുമ്പം ചാക്ക് നിനക്ക് ഭക്ഷണം തരും. അങ്ങനെ രാജകുമാരി ആട്ടുകട്ടിലിരുന്ന് ആടി. കൃഷിക്കാരൻ പണിക്കും പോയി. അവൾ ഉച്ചവരെ അവിടെ കിടന്നുറങ്ങി. ഉച്ചയായപ്പോൾ നല്ല വിശപ്പ്. സാധാരണ കൊട്ടാരത്തിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വന്ന് വിളിക്കുന്നുണ്ട്, ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ. കുറേ നേരമൊക്കെ കിടന്നു. അവസാനം വിശപ്പ് സഹിക്കാൻ വയ്യാതെ എഴുന്നേറ്റു. അപ്പോഴാണ് കൃഷിക്കാരൻ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ഓർത്തത്. അവൾ നോക്കി, പാടം അധികം ദൂരെയല്ല, അവിടെ നിന്നാൽ അവൾക്ക് കാണാം കൃഷിക്കാരൻ തൻ്റെ പണിക്കാരോടൊപ്പം കൊയ്ത്ത് നടത്തുന്നത്. അവൾ ചാക്കിനോട് എന്ന് പറഞ്ഞു, ചാക്കേ ആണിയിൽ നിന്നിറങ്ങ്, എനിക്ക് ചോറും കറിയും താ. ചാക്ക അനങ്ങിയില്ല. അവൾ ചാക്കിലെ പതുക്കെ ഒന്ന് തട്ടി. എന്നിട്ട് പറഞ്ഞു, ചാക്കേ വേഗം ആണിയിൽ നിന്ന് താഴെ ഇറങ്ങി വാ, ചോറും കറിയും താ. ചാക്ക അനങ്ങിയില്ല. നമ്മൾ ആകെ വിഷമിച്ചു. പിന്നെയും ചോദിച്ചു, ചാക്കേ താ, എനിക്ക് ചോറ് താ. അനങ്ങുന്നില്ല. അവൾ ജനാലയിലൂടെ ദൂരെ കൃഷിസ്ഥലത്തേക്ക് നോക്കി. അപ്പോൾ ബാക്കിയുള്ള പണിക്കാരെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്നത് കണ്ടു. അവരെല്ലാവരും വയലിൻ്റെ കരയിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവളുടെ ഭർത്താവായ കൃഷിക്കാരൻ മാത്രം കുറച്ചു നേരം കൂടെ പാടത്ത് നിന്നു. എന്നിട്ട് വീടിന് നേരെ നടന്നു വന്നു. അപ്പോൾ അവൾ വിചാരിച്ചു, അയാൾ വന്ന് ചാക്കിനോട് ചോദിക്കും, അപ്പോൾ ചാക്ക് ഭക്ഷണം തരും. കൃഷിക്കാരൻ നടന്ന് വീടിനകത്ത് വന്നിട്ട് അവളോട് ചോദിച്ചു, എന്താ എനിക്ക് ഭക്ഷണം കൊണ്ടുവരാഞ്ഞത്, എല്ലാവരും ഭക്ഷണം കഴിച്ചല്ലോ, എനിക്ക് മാത്രം ഭക്ഷണം കിട്ടിയില്ല, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അവൾ പറഞ്ഞു, ഞാൻ ആ ചാക്കിനോട് കുറേ നേരം കൊണ്ട് ചോദിക്കുന്നു ഭക്ഷണം തരാൻ, ആ ചാക്ക് ഇതുവരെ ഭക്ഷണം തന്നില്ല. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, ഈ വിശന്നാലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ദേഷ്യം വരും, ഇതെന്തൊരു ചാക്കാണ്, അതിന് ഞാൻ ശിക്ഷ കൊടുത്തോളാം, നീ എന്തായാലും അവിടെ കട്ടിലിരുന്ന് ഉറങ്ങ്, ഞാൻ പോയി ഭക്ഷണം ഉണ്ടാക്കാം.
അങ്ങനെ രാജകുമാരി വീണ്ടും ആട്ടുകട്ടിൽ കയറിയിരുന്ന് ആടാൻ തുടങ്ങി. അപ്പോൾ അറിയാത്ത മട്ടിൽ ഈ കൃഷിക്കാരൻ ആട്ടുകട്ടിലും തട്ടി. പെട്ടെന്ന് രാജകുമാരി ആ കട്ടിലിൽ നിന്ന് താഴെ വീണു. ഇത് കണ്ടുകൊണ്ട് കൃഷിക്കാരൻ പറഞ്ഞു, ഇതെന്തൊരു ചീത്ത കട്ടിലാണ്, എൻ്റെ ഭാര്യയെ ഉരുട്ടി താഴെ ഇട്ടത് കണ്ടില്ലേ, നിന്നെ ഞാനിന്ന് ശരിപ്പെടുത്തും. അയാൾ ഓടി പുറത്തു പോയി ഒരു കോടാലി എടുത്തുകൊണ്ട് വന്ന് ആ ആട്ടുകട്ടിൽ വെട്ടിപ്പൊളിച്ച് അടുപ്പിനകത്ത് കൊണ്ടുപോയിട്ടു. അയാളുടെ ദേഷ്യം കണ്ടുകൊണ്ട് രാജകുമാരി ഒന്നും മിണ്ടിയില്ല. ആട്ടുകട്ടിലിരിച്ച് അയാൾ അടുപ്പ് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കി. ഭാര്യയെ കഴിക്കാൻ വിളിച്ചു. അവർ വന്നിരുന്ന് കഴിച്ചു. അങ്ങനെ അന്നത്തെ ഇടം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ വീണ്ടും കൃഷിക്കാരൻ ജോലിക്ക് പോകാൻ ഇറങ്ങി. അയാൾ പറഞ്ഞു, ഇന്ന് ഞാൻ നില ഉഴുന്ന ദിവസമാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് ചാക്കിനോട് ചോദിച്ച് ഭക്ഷണം കൊടുത്തു വിട്ടേക്കണേ. അവൾ പറഞ്ഞു, ശരി, ഞാൻ ഭക്ഷണം കൊടുത്തു വിട്ടേക്കാം. അങ്ങനെ ഉച്ചയായി. നല്ല വിശപ്പ്. അവൾ എഴുന്നേറ്റ് ചാക്കിനോട് ചോദിച്ചു, ചാക്കേ താഴെ ഇറങ്ങി വാ, ഭക്ഷണം താ. ഭക്ഷണം വന്നില്ല. വീണ്ടും ചോദിച്ചു, ചാക്കേ വേഗം ഭക്ഷണം താ, എൻ്റെ ഭർത്താവിൻ്റെ ദേഷ്യം നിനക്ക് അറിയാവുന്നതല്ലേ. ചാക്ക അനങ്ങിയില്ല. അവൾ വീണ്ടും ചോദിച്ചു, ചാക്കേ താഴെ ഇറങ്ങി വാ, ഭക്ഷണം താ. വന്നില്ല. അവൾ ആകെപ്പാടെ വിഷമിച്ചു പോയി. നല്ല വിശപ്പും ദാഹവും. വെള്ളം എടുക്കണമെങ്കിൽ അടുക്കളയിൽ ചെന്ന് വെള്ളം എടുത്ത് കുടിക്കണം, അതിന് മടി. ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണം, അതിന് മടി. ഈ ചാക്കാണെങ്കിലൊട്ട് അനങ്ങുന്നുമില്ല. കയറിക്കിടന്ന് ആടാനാണെങ്കിൽ ആട്ടുകട്ടിലുമില്ല. അവൾ കൃഷിക്കാരൻ്റെ വൈക്കോൽ കട്ടിലിൽ പോയി കുറച്ച് നേരം കിടന്നു. അവിടുന്ന് എഴുന്നേറ്റു. അവിടെയൊക്കെ ഒന്ന് നടന്നു. വീണ്ടും അവിടെ വന്നിരുന്നു. അങ്ങനെ വൈകുന്നേരമായി. കൃഷിക്കാരൻ ദേഷ്യത്തോടെയാണ് വന്നത്. വന്നുടനെ അവളോട് ചോദിച്ചു, നീ എന്താ ഭക്ഷണം കൊണ്ടുവരാഞ്ഞത്? അവൾ പറഞ്ഞു, ആ ചാക്ക് എനിക്ക് ഭക്ഷണം തന്നില്ല, ഞാൻ പറഞ്ഞൊരു ചാക്ക് കേൾക്കുന്നില്ല. ആഹാ, അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് അയാളൊരു മുട്ടൻ വടി എടുത്തുകൊണ്ട് വന്ന് ആ ചാക്കിനിട്ട് കുറേ അടി കൊടുത്തു. ചാക്ക് കുറേ കീറിപ്പോയി. മാത്രമല്ല, പഴയ ചാക്കായിരുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറേ പൊടി പൊങ്ങി. ആ പൊടിയൊക്കെ കയറി രാജകുമാരൻ നന്നായിട്ട് തുമ്മി. വലിയ വിഷമം തോന്നി. ചാക്കിന് നല്ല അടിയൊക്കെ കൊടുത്തിട്ട് ഈ കൃഷിക്കാരൻ അടുക്കളയിൽ ചെന്നു. ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി ഭാര്യയെ കഴിക്കാൻ വിളിച്ചു. അവൾ വന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് വന്ന് കിടക്കാൻ ആട്ടുകട്ടിലില്ലല്ലോ. അതുകൊണ്ട് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. ഭർത്താവ് പാത്രം കഴുകുന്നത് കണ്ടപ്പോൾ ചെന്ന് ഒന്ന് അടുക്കി പെറുക്കി വെക്കാനൊക്കെ സഹായിച്ചു. അന്നത്തെ ഇടം അങ്ങനെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ കൃഷിക്കാരൻ പണിക്കിറങ്ങിയപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഇന്ന് എനിക്ക് ഭക്ഷണം കൊടുത്തു വിടണം. ഇന്നലെ നല്ല അടി കിട്ടിയതുകൊണ്ട് ആ ചാക്കിന്ന് പാഠം പഠിച്ചിട്ടുണ്ട്, അത് നീ പറഞ്ഞാൽ കേട്ടോളൂ. അങ്ങനെ കൃഷിക്കാരൻ പണിക്ക് പോയി. രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് വലിയ വിശപ്പില്ല. പക്ഷേ ഉച്ചയാകാറായപ്പോഴത്തേക്കും രാജകുമാരിക്ക് നന്നായിട്ട് വിശന്നു. ഇന്നലെ ചാക്കിനെ തല്ലിക്കീറി, മിനിഞ്ഞാന്ന് ആട്ടുകട്ടിൽ തല്ലി പൊട്ടിച്ചു. ഇന്ന് വരുമ്പോൾ എന്താ ചെയ്യുക എന്ന് രാജകുമാരിക്ക് തന്നെ പിടിയില്ല. അവർക്ക് ആകെ പേടി വന്നു. അടുക്കളയിൽ ചെന്നപ്പോൾ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ പാചകം അറിഞ്ഞുകൂടാ. അവൾ പണിക്കാരോട് ചോദിച്ചാൽ കുറച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. പണിക്കാർ സഹായിച്ചു ഒരു ചമ്മന്തി അരച്ചു. എന്നിട്ട് അതും കൊണ്ട് അവൾ പാടത്തേക്ക് ചെന്നു. കൃഷിക്കാരൻ വളരെ സന്തോഷത്തോടെ പാടത്ത് നിന്ന് കരയ്ക്ക് കയറി വന്നു. കയ്യും കാലും മുഖമൊക്കെ കഴുകി കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചു. അയാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, ആഹാ, നല്ല രുചിയായിട്ടുണ്ട്, നീയും കൂടെ കഴിച്ചു നോക്കൂ. രാജകുമാരി കഞ്ഞി കുടിച്ചു നോക്കി. കൊള്ളാം, അധ്വാനിച്ചുണ്ടാക്കിയതിൻ്റെ സുഖമുണ്ട്. വൈകുന്നേരം കൃഷിക്കാരൻ വളരെ സന്തോഷത്തോടെ വീട്ടിൽ ചെന്നു. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് പാചകം ചെയ്തു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെ ഇത് പതിവായി. പതുക്കെ രാജകുമാരിയുടെ മടിയൊക്കെ മാറി. അവർ കൃഷിക്കാരനൊപ്പം എല്ലാ പണികളിലും ഇടപെട്ട് തുടങ്ങി. അപ്പോൾ അവരുടെ വണ്ണമൊക്കെ കുറഞ്ഞ് അവർ സുന്ദരിയായിട്ട് മാറി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജാവും രാജ്ഞിയും മകളെ സന്ദർശിക്കാൻ കൃഷിക്കാരൻ്റെ ഭവനത്തിലെത്തി. അവരുടെ മകളുടെ മാറ്റം കണ്ട് അവർ അത്ഭുതപ്പെട്ടുപോയി. രാജാവ് യുവാവിനെ അഭിനന്ദിക്കുകയും തൻ്റെ മരണാനന്തരം അവൻ തന്നെ രാജാവാകണമെന്ന് നിർബന്ധിച്ച് വളരെ സന്തോഷത്തോടെ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. കൃഷിക്കാരനും ഭാര്യയും വളരെ സന്തോഷത്തോടെ അവരുടെ ചെറിയ വീട്ടിൽ കഴിഞ്ഞു. പിന്നീട് രാജാവിൻ്റെ കാലശേഷം അവൻ രാജാവായെങ്കിലും രാജകുമാരി പിന്നീട് ഒരിക്കലും ഒരു മടിച്ചയായി മാറിയില്ല. അധ്വാനത്തിൻ്റെ വില മനസ്സിലായ അവൾ പിന്നീട് എന്നും സന്തോഷത്തോടെ മടിയില്ലാതെ തൻ്റെ ഭർത്താവിനൊപ്പം ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.